ഹലോ എവരിവൺ, ദിസ് ഈസ് അനീഷ്. ചില ആളുകളുടെയെങ്കിലും സ്വപ്ന ഫോണാണ് ഐഫോൺ എന്നുള്ളത്. എന്നാൽ ആ ഐഫോൺ മേടിക്കാനായിട്ട് സ്വന്തം കിഡ്നി വിൽക്കുക എന്ന് വന്നാലോ? ഒരു ഐഫോൺ മേടിക്കാനായിട്ട് തൻ്റെ സ്വന്തം കിഡ്നി വിറ്റ ഒരു യുവാവിൻ്റെ കഥയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമായ ടെക്നോളജി വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എല്ലാവർക്കും അനീഷ് ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തൻ്റെ 17ാമത്തെ വയസ്സിലാണ് സിയോ വാങ് തൻ്റെ കിഡ്നി വിൽക്കുന്നത്, അതും ഒരു ഐഫോൺ 4 മേടിക്കാനായിട്ട്. തൻ്റെ സ്കൂൾ കാലത്ത് എല്ലാ കുട്ടികൾക്കും അല്ലെങ്കിൽ മിക്ക കുട്ടികൾക്കും ഐഫോൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പയ്യനെ കൊണ്ട് സ്വന്തം കിഡ്നി വിറ്റ് ഐഫോൺ മേടിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഒരു ഫാക്ടർ. അങ്ങനെ ഐഫോണിനോടുള്ള ഒരു അമിത ആഗ്രഹമോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുടെ മുന്നിൽ തൻ്റെ ഐഫോൺ കാണിക്കാനായിട്ടുള്ള ഒരു വ്യഗ്രതയോ അങ്ങനെയുള്ള പല കാരണങ്ങളാവാം ആ പയ്യനെ കൊണ്ട് ആ കിഡ്നി വിൽക്കാനായിട്ടുള്ള ഒരു ഇതിലെത്തിയത്. $3200 രൂപയ്ക്കാണ് സ്വന്തം കിഡ്നി വിറ്റത്. അതും ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ ആരും അറിയാതെയാണ് ആ പയ്യൻ ഇങ്ങനെയൊരു കൃത്യം നടത്തിയത്. അക്കാലത്ത് ഡോക്ടർമാർ ആ പയ്യനെ ധരിപ്പിച്ചത് ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്താലും അല്ലെങ്കിൽ വിറ്റാലും പ്രശ്നമൊന്നുമില്ല, കാരണം മറ്റേ കിഡ്നി കൊണ്ട് ജീവിക്കാനായിട്ട് പറ്റും, സോ ഇത്ര രൂപ കിട്ടും. സോ അങ്ങനെയുള്ള പല മോഹവാഗ്ദാനങ്ങളും ഒക്കെ ആ പയ്യനിൽ, അതും പിന്നെ ഈ ഐഫോണിനോടുള്ള ഒരു അമിത ആഗ്രഹമൊക്കെ ആയിരിക്കാം ആ പയ്യനെ കൊണ്ട് ഈ സ്വന്തം കിഡ്നി വിൽക്കാനായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോയത് അതിന് ശേഷമാണ്. കാരണം മേ ബി അന്ന് ഐഫോൺ 4 മേടിക്കാനായിട്ട് സാധിച്ചു. തൻ്റെ സർജറിക്ക് ശേഷം പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ റെസ്റ്റോ ഒന്നും തന്നെ ഈ പയ്യൻ എടുത്തിട്ടില്ല എന്നും പറയുന്നു. അതുപോലെ ഒരു ലോക്കൽ ഹോസ്പിറ്റലിലെ സർജറി ആയിരുന്നു ചെയ്തിരുന്നത്. ആ സർജറി അത്ര സക്സസ്ഫുൾ അല്ല എന്നും ഇതുപോലുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെ സർജറി അത്ര സക്സസ്ഫുൾ ആവാത്ത കാരണം ആ മുറിവുകൾ ഉറങ്ങാതെയും പിന്നെ അത് ഇൻഫെക്ഷനായി, അങ്ങനെ ഇൻഫെക്ഷൻ ബാധിച്ച് തൻ്റെ മറ്റേ കിഡ്നിയും കൂടെ ആ ഇൻഫെക്ഷൻ ബാധിക്കുകയും അങ്ങനെ ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുകയാണ് ആ പയ്യൻ. 7 കൊല്ലം മുമ്പ് 2 കിഡ്നിയും ഫെയിലിയറായ ആ പയ്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഡയാലിസിസ് മുഖാന്തരമാണ്. മേ ബി അന്ന് പേരൻസ് ഒന്നും അറിയാതെയാണെന്ന് തോന്നുന്നു ആ കിഡ്നി വിറ്റത്. സോ ഇപ്പോൾ ആ പേരൻസ് ഡയാലിസിസിനുള്ള പൈസ പോലും വകയില്ലാതെ പല ആളുകളുടെയും സഹായത്താലാണ് ആ പയ്യൻ്റെ ഡയാലിസിസ് വരെ നടത്തുന്നത്. സോ ഐഫോണിനോടുള്ള ഒരു അമിത ആവേശം ആ പയ്യൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു. അന്ന് $3200 ഒരു ഐഫോൺ 4 മേടിക്കാനായിട്ട് സ്വന്തം കിഡ്നി വിറ്റ ആ പയ്യൻ്റെ കുടുംബം ഇന്ന് ആ പയ്യൻ്റെ ഡയാലിസിസിന് വേണ്ടി പൈസ കണ്ടെത്താൻ നെട്ടോട്ടം. സോ ടെക്നോളജീസ് വളർന്നുകൊണ്ടേയിരിക്കും. അതിൽ പുതിയ ടെക്നോളജീസ് എപ്പോഴും ഓരോ കാലഘട്ടത്തും ഇങ്ങനെ എമർജ് ചെയ്തുകൊണ്ടേയിരിക്കും. ടെക്നോളജീസ് കാലക്രമേണ അതിൻ്റെ റേറ്റുകളെല്ലാം ചീപ്പർ ആയിക്കൊണ്ടിരിക്കും. എന്നാൽ പുതിയ ടെക്നോളജീസ് എമർജ് ചെയ്യുന്നത് മൂലം പുതിയ ടെക്നോളജിക്ക് എപ്പോഴും നല്ല വിലയുമായിരിക്കും. അങ്ങനെ പുതിയ ടെക്നോളജിയിലൊക്കെ ആകൃഷ്ടരായ ആളുകളാണ്, അല്ലെങ്കിൽ അത് ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആയിട്ട് കാണുന്ന ആളുകളാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളിലേക്കും എങ്ങനെയെങ്കിലും ഒരു ഐഫോൺ മാത്രമല്ല പല കാര്യത്തിൽ, ഇപ്പോൾ കാറ് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ അതുപോലുള്ള എക്സ്പെൻസീവായിട്ടുള്ള പല കാര്യങ്ങൾ സ്വന്തമാക്കാൻ ഈ പയ്യൻ കിഡ്നി വിറ്റതെന്നുണ്ടെങ്കിൽ പല മാർഗത്തിൽ, ഇപ്പം ലൈക്ക് ഡ്രഗ്സ് അല്ലെങ്കിൽ അതുപോലൊക്കെ തിരിയുന്ന, അതിൻ്റെ വിൽപ്പനയിലേക്കൊക്കെ തിരിയുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലേക്കൊക്കെ തിരിയുന്ന ആളുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ, അതും കുട്ടികളാണ് ഇതുപോലുള്ള കാര്യത്തിലേക്കൊക്കെ തിരിയുന്നതെന്നുള്ളതാണ് ഇന്നത്തെ കാലത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു പയ്യൻ്റെ സ്റ്റോറി നമ്മളുടെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ തന്നെ കാരണം ഇതാണ്. കാരണം ഈ പയ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം അതെല്ലാവരും അറിയണമെന്ന് എനിക്ക് തോന്നി. കാരണം 17ാമത്തെ വയസ്സിൽ ഒരു ഐഫോണിന് വേണ്ടി കിഡ്നി വിറ്റ ആ പയ്യൻ്റെ ജീവിതം തന്നെയാണ് ആ ഒരു ഐഫോൺ മുഖാന്തരം, അല്ലെങ്കിൽ അതിനോടുള്ള അമിത ആവേശം അല്ലെങ്കിൽ അമിത ആഗ്രഹം, അതെല്ലാം മൂലം ആ പയ്യൻ്റെ ഒരു ലൈഫ് തന്നെയാണ് പോയത്. കാരണം ഇപ്പോഴും ബെഡിൽ നിന്നാണ്, ഫുൾ ടൈം ബെഡിലാണ് ആ പയ്യൻ 7 കൊല്ലങ്ങളായിട്ട്, അതും ഫുൾ ഡയാലിസിസിൻ്റെ ഒരു ഇത് മൂലം മാത്രം ജീവിച്ചു പോന്ന ഒരു പയ്യൻ. സോ ഇതുപോലെ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ആരെങ്കിലും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ദയവായി ആഗ്രഹങ്ങളാവാം, പക്ഷേ അതിനുവേണ്ടി ഇങ്ങനെയുള്ള കൊടും കൃത്യത്തിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മോശകരമായ ഒരു കാര്യത്തിലേക്കോ ഒന്നും ഒരിക്കലും കടക്കരുത് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി എല്ലാവരോടും പറയാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. തുടർന്നും ഇതുപോലെ ഉപകാരപ്രദമായ ടെക് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തേക്കാം. അടുത്തൊരു ഉപകാരപ്രദമായ ടെക് വീഡിയോ ആയിട്ട് കാണുന്നവരെ അനീഷ് സൈനിങ് ഓഫ്.